കിത്തിനെ പേരെന്ന പാഠത്തിലെ അടുത്ത ഭാഗം നമുക്ക് നോക്കാം. അടുത്ത പേജിൽ നോക്കൂ. അധ്യാപിക വാ വാ आप सब बच्चे बेटे बुद्धिमान है आपके पास मेरे सभी प्रश्नों के उत्तर है. അപ്പൊ ടീച്ചർ പറയാണ് വാ വാ സബാഷ് എന്നുള്ള അർത്ഥത്തിൽ പറയാണ്. കൊള്ളാം, സൂപ്പർ എന്നൊക്കെ പറയില്ലേ ടീച്ചർ, അഭിനന്ദിക്കാണ് കുട്ടികളെ അല്ലേ. എന്നിട്ട് പറയാണ് ആപ് സബ് ബच्चे बेटे बुद्धिमान है, നിങ്ങൾ എല്ലാ കുട്ടികളും വളരെ ബുദ്ധിമാന്മാരാണ് അല്ലേ. വോ എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയില്ലേ, അതാണ് വാ എന്നുള്ളതിന്റെ അർത്ഥം ട്ടാ. ആപ്കെ പാസ് മേരെ സബി പ്രശ്നോക്കെ ഉത്തർ ഹെ, നിങ്ങളുടെ കയ്യിൽ എന്താണ് എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ഉണ്ട് അല്ലേ, ഉത്തരങ്ങളുണ്ട് അല്ലേ. വഹ് ജബ് തേജീസെ, തേജിയായാലും തേസിയായാലും മീനിങ് ഒക്കെ ഒന്ന് തന്നെയാണ് കേട്ടാ. എന്താണ് സ്പീഡിൽ നടക്കുമ്പോൾ ചൽത്താ ഹെ, वह जब तेजी से चलता है तो दो पैरों पर कूदकर चलता है, लेकिन जब वह धीरे चलता है तो झुककर चार पैरों पर चलने लगता है, इसलिए उसे चतुष्पाद भी कहते हैं. और कभी कभी आगे बढ़ने में वह अपनी पूंछ का भी उपयोग करता है, इसलिए उसे पंचपाद भी कहते हैं. ഇനി എന്തൊക്കെ കാര്യങ്ങളാ കങ്കാരുവിനെ കുറിച്ച് പറയുന്നത്? അത് നല്ല സ്പീഡിലാണ് നടക്കുന്നതെങ്കിൽ, തേസി എന്നൊക്കെ പറഞ്ഞ എന്താ, സ്പീഡിൽ എന്നുള്ള അർത്ഥത്തിലാണ്, വേഗത്തിലാണ് അത് നടക്കുന്നതെങ്കിൽ എന്താണ്, ദോ പേറും പർ കൂത്കർ ചലത്താ ഹെ, രണ്ട് കാലിൽ ചാടിയിട്ടാണ് അത് നടക്കുന്നത്. ലേക്കിൻ ജബ് ധീരെ ചലത്താ ഹെ, സാവധാനത്തിലാണ് പോകുന്നതെങ്കിലോ, തോ ജുഖുകർ ചാർ പേരും പർ, കുനിഞ്ഞിട്ട് രണ്ട് കാലിൽ പറഞ്ഞു അല്ലെ സ്പീഡിലാണെങ്കിൽ. സ്പീഡ് കുറയുമ്പോൾ എന്താണ്, ചുക്കുകർ ചാർ പേരും പർ, നാല് കാലിലാണ് അത് പോകുന്നത്, കുറച്ച് സ്പീഡ് കുറച്ചിട്ട് പോകുമ്പോൾ കേട്ടാ. ഇസ്ലിയോസ് ചതുഷ്പാദ് ബി കഥ, അതുകൊണ്ട് അതിനെന്ത് പേരിട്ട് വിളിക്കുന്നുണ്ട്, ചതുഷ്പാദ് എന്ന് വിളിക്കുന്നുണ്ട്. ചതുഷ് ചതുർത്ഥി അല്ല വരുമ്പോ എത്രയാണ്, ചാർ എന്നുള്ള അർത്ഥമാണ്, അതായത് നാല് അല്ലേ. ഓർ കബി കബി ആകെ പെടുന്നേമേ വഹ അപ്നി പൂഞ്ച് കബി ഉപയോഗം കർത്താ ഹെ, ചില സമയത്ത് എന്താണ് അത് അതിന്റെ വാല്, പൂഞ്ച് എന്ന് വെച്ചാൽ ഏതാ ഭാഗം, വാല് ഉപയോഗിക്കാറുണ്ടെന്ന് പറയാണ്. ഇസ്ലിയോസെ പഞ്ചപാദ് ബി കഥ, ആ സമയത്ത് അതിനെ എന്ത് പേരിട്ട് വിളിക്കും, പഞ്ചപാദം എന്ന് അങ്ങനെ വിളിക്കുന്നുണ്ട്. വാല് ഉപയോഗിക്കുമ്പോൾ അതിന് ഏത് പേരായി, പഞ്ചപാദ്. രണ്ട് കാലാണ് ഉപയോഗിക്കുന്നതിൽ എന്താണ്, ദ്വിപാദായി. നാല് കാലം ഉപയോഗിക്കുമ്പോൾ ചതുഷ്പാദായി. അഞ്ച് കാലാണെങ്കിലോ പഞ്ചപാദം. അപ്പൊ എത്ര പേരുണ്ട് കങ്കാരുവിന്? 3 പേര് പറഞ്ഞു തന്നു അല്ലേ നമ്മള്. वैसे अधिकतर पशुओं के तो 4 पैर ही होते हैं, जैसे गाय भैंस और. എന്നിട്ട് പറയാണ് കൂടുതൽ മൃഗങ്ങൾക്കും, അധികतर എന്ന് വെച്ചാൽ എന്താ, മിക്കവാറും കൂടുതൽ എന്നൊക്കെ അർത്ഥമാണ്. കൂടുതൽ മൃഗങ്ങൾക്ക് എന്താണ്, 4 കാലാണ് ഉള്ളത് അല്ലേ. പേർ ഹി ഹോത്തെ ഹെ, ഉദാഹരണമായിട്ട് പറയാണ് ഗായ് ഭൈൻസ് ഓർ, ആ ഗായ് ആണ് മലയാളത്തിൽ നമ്മൾ പശു കേട്ടാ പറയുന്നത് കേട്ടാ, അല്ലാണ്ട് പശു എന്ന് പറയുന്നത് ഹിന്ദിയിലെ മൃഗം എന്നുള്ള അർത്ഥമാണ് കേട്ടാ. പിന്നെ ബെയിംസ് ആരാണ്, എരുമ. ബെയിംസ വന്ന ഒരു മാത്ര വന്ന് ദീർഘമായി അത് എന്തായിരിക്കും, പോത്ത്. എരുമ പാല് തരുന്ന മൃഗം അല്ലേ. പോത്ത് എന്താണ്, അതിന്റെ ആൺമൃഗാണ് ഏത്, ബെയിംസ ട്ടാ. ഓർ പിന്നെ മറ്റു മൃഗങ്ങളുടെ പേര് കുട്ടികളാണ് പറയുന്നത്. ആരാണ് പറയുന്നത് മറുപടിയായിട്ട്, സമീർ പറയാണ് എന്താണ്, കുത്ത, ബില്ലി, ഗോഡ. ഏതൊക്കെ മൃഗങ്ങളുടെ പേരാ സമീർ പറഞ്ഞത്, 4 കാലിലുള്ള. കുത്ത എന്ന് പറയുന്നത് ആരാ, നായയാണ്, അതിന്റെ പെണ്ണാണ് എന്ത്, കുത്തിയ. പിന്നെ ബില്ലി എന്ന് വെച്ചാൽ എന്താ, പൂച്ചയാണ്. ഗോഡ എന്താണ്, കുതിര. പിന്നെ വീണ പറയുന്നുണ്ട് കുറച്ച് മൃഗങ്ങളുടെ പേര്, എന്താണ്, ബക്കരി, ഗദ, ബന്ദർ. വീണ ഏതൊക്കെ മൃഗങ്ങളുടെ പേരാ പറഞ്ഞത്, ബക്കരി ആരാണ്, ആടല്ല, അതും പാല് തരുന്ന മൃഗമാണ് അല്ലെ. ഗദ എന്താണ്, കഴുത. കഴുതയുടെയും പാലുണ്ട് കേട്ടോ. കഴുതയുടെ പാല് എന്തിനാ ഉപയോഗിക്കുന്നത്, സൗന്ദര്യവർദ്ധ വസ്തുക്കൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അതിന് നല്ല വിലപിടിപ്പുള്ളതാണ് ആ പാല് കേട്ടാ. സാധാരണ പാലിനെക്കാട്ടും ഒരുപാട് വിലയുള്ളതാണ്. അതുപോലെ ആയുർവേദ മരുന്നുകൾക്ക് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഗദയുടെ, അതായത് കഴുതയുടെ പാല്. പിന്നെ എന്താണ്, ബന്ദർ എന്ന് വെച്ചാൽ എന്താ, കുരങ്ങനാണ് കേട്ടാ. പിന്നെ റഫിയ പറയുന്നുണ്ട്. റഫിയ ആരുടെയൊക്കെ പേരാ പറയുന്നത്, മേണ്ടക്, ഊദ് ബിലാവ്, ഗഡിയ. മേണ്ടക് ആരാണ്, മേണ്ടക് നമ്മൾ മുന്നേ പഠിച്ചതാണല്ലേ. ആരാണ്, മഴ പെയ്യുമ്പോഴൊക്കെ സൗണ്ട് കേൾക്കുന്നത് ആരുടെയാണ്, പൊക്രോം എന്നുണ്ട് കരച്ചിൽ കേൾക്കുന്നത് ആരുടെയാണ്, തവള. പിന്നെന്താണ്, ഊദ് ബിലാവ് ആരാണ്, മേണ്ടക്. മണ്ടൂകൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞാണ്, കൂപം മണ്ടൂകം പറഞ്ഞില്ലേ, അത് തന്നെയാണ് മേണ്ടകം. പിന്നെന്താണ്, ഊദ് ബിലാവ് ഏത് ജീവിയാണ്, ഊദ് ബിലാവ് തല പൊക്കിയിട്ട് ഇങ്ങനെ നോക്കില്ലേ, ഞാൻ കണ്ടിട്ടുണ്ടാ, നീർനായ, ബീവർ എന്നൊക്കെ പറയില്ലേ, അതാണ് ഏത്, ഊദ് ബിലാവ്. പിന്നെ ഒരു പേരും കൂടി പറയുന്നുണ്ട്, എന്താണ്, ഗഡിയാൽ എന്താണ്, ചീങ്കണ്ണി മുതല, മീൻ മുതല എന്നൊക്കെ പറയും, അലിഗേറ്റർ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഗഡിയാൽ എന്നുള്ള മണി എന്നുള്ള അർത്ഥങ്ങൾ വരുന്നുണ്ട്. ഇവിടെ ഗഡിയാൽ എന്താണ്, ചീങ്കണ്ണിയാണ് കേട്ടോ, മുതല. ഇത്രയാണ് ആ പേജിൽ നമ്മൾ പറയുന്നത്. നമുക്ക് നോക്കിയാൽ കാണാതെ
നീർനായ ഇതേ താഴെയുണ്ട്, കണ്ടോ ആ കണ്ടോ, ഊദ്ബിലാവ് താഴെ കാണുന്നുണ്ട്. പിന്നെ അതിന്റെ അപ്പുറത്ത് സീബ്രയുണ്ട്. പിന്നെ ആരാണ്, സിംഹത്തെ കാണുന്നുണ്ട് അല്ലേ. കുരങ്ങനെ സിംഹത്തിന് എന്താ പറയാ, ഷേർ കണ്ടു, ഗോഡ കണ്ടു. കുരങ്ങിന് എന്ത് പേരാ നമ്മൾ പറഞ്ഞത്, ബന്ദർ ബന്ദറെ കണ്ടു. പിന്നെന്താ, കണ്ടു, പൂച്ചേര കണ്ടു, സീബ്ര ബില്ലി കണ്ടു, പൂച്ച കണ്ടു, പിന്നെ എന്തൊക്കെയാണ്, ആട് കണ്ടു അല്ലെ, ബക്കരി ഉണ്ട്, പിന്നെ കഴുതനെ കണ്ടു, അതെ, മുതല താഴെ കിടക്കുന്നുണ്ട്, പിന്നെ കുതിരേനെ കണ്ടു, ചീറ്റപ്പുലിനെ കണ്ടു, അതെ, തവള ഏറ്റവും താഴെ ഉണ്ട് കേട്ടാ, ഒരു കിളീനെയും കാണാണ്ട്. ഇത്രയും പേജിൽ കാണും. ഇനി അടുത്ത പേജിൽ എന്താ കാണുന്നത്, രമേശാണ് പറയുന്നത്. ഷേർ, ചീത്ത, പിന്നെ മൃഗങ്ങളുടെ പേര് പറഞ്ഞു അല്ലെ. സിംഹം, ചീത്ത എന്താ, ചീറ്റപ്പുലി പറയില്ലേ, ഏറ്റവും സ്പീഡ് കൂടിയതാണ് ചീത്ത കേട്ടാ. ചീറ്റപ്പുലി എന്നൊക്കെ പറയില്ലേ, പുള്ളിപ്പുലി, അതാണ് ചീത്ത. അപ്പോൾ ഒരുപാട് മൃഗങ്ങളുടെ പേര് നമുക്ക് 4 കാലുള്ളത് അറിയാം അല്ലെ. ഇനി അടുത്തത് പറയുന്നത് ആരാണ്, ബിബിനാണ്. ബിബിൻ എന്താ പറയുന്നത്, സേബ്ര, ജിറാഫ്, കണ്ടോ. സേബ്ര പറയുന്നത് എന്താ, സീബ്രയാണ്. ജിറാഫ് തന്നെയാണ് നമുക്കറിയാം അല്ലെ, വലിയ മാറ്റമില്ല പേരിൽ. ഞാൻ അധ്യാപിക പറയാണ്, ബഹു സഹി പശു, വളരെ ശരിയാണ് കുട്ടികളെ എന്ന് പറയാണ്. ആപ് സബ്കോ തോ ബഹു സാരെ പശുവും കെ നാം ആത്തെ ഹെ, നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ്, ഒരുപാട് മൃഗങ്ങളുടെ പേരറിയാം, നിങ്ങൾക്ക് അറിയുന്നുണ്ട് അല്ലേ. ലേക്കിൻ अब देखते हैं कि भिन्न भिन्न कीड़ों के पेरों के विषय में आपको कितना पता है. ഇനി ഞാനൊരു കാര്യം കൂടി ചോദിക്കാൻ പോവാന്ന് പറയാണ്. ഇനി ഞാൻ നോക്കട്ടെ, എന്താണ്, വിഭിന്നങ്ങളായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള കീടങ്ങളുടെ കാലുകളുടെ വിഷയത്തിൽ നിങ്ങൾക്ക് എത്രമാത്രം അറിവുണ്ടെന്ന്. आपको कितना पता है. आप सभी ने चींड और चींटियों तो देखी ही है, बताइए उनके कितने पैर होते हैं. ഇത് ചോദിക്കുകയാണ്. ചീണ്ട ചീണ്ടിയൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. എന്താ ചീണ്ട, എന്താണ്, ഉറുമ്പ അല്ലേ, കട്ടുറുമ്പ്. ചെറിയ ഉറുമ്പുകളെയും പഠിച്ചു, വലിയ കട്ടുറുമ്പയും പഠിച്ചു അല്ലേ. ചീണ്ട ചീണ്ടിയൊക്കെ പഠിച്ചു. അതിനൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ചോദിക്കുകയാണ് ടീച്ചർ. എന്നിട്ട് പറയാണ്, ബത്തായി എനിക്ക് കിത്തനെ പേർ ഹോത്തെ ഹെ, എന്നിട്ട് പറയാനായിട്ട് ആവശ്യപ്പെടുന്ന ടീച്ചർ. അതിന് എത്ര കാലുകളുണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ മീനാണ് അതിന് മറുപടിയായിട്ട് പറയുന്നത്. മീൻ എന്താ പറയുന്നത്, അധ്യാപികാജി മുജെ ചീണ്ടേക്കോ ദേഖ്നെ മേ ബഡാ ആനന്ദ് ആതാ ഹെ. അപ്പം മീന പറയാണ്, അതെ ടീച്ചറെ, എനിക്ക് ഉറുമ്പിനെ നോക്കാനായിട്ട് വളരെ ഇഷ്ടമാണെന്ന്, വളരെ ആനന്ദം ഉളവാക്കുന്ന കാര്യമാണ്. ഉൻക ചലന മേനെ ബഹു പാസേ ദേഖാ ഹെ, ഞാൻ അതിനെ എന്താണ്, അത് നടക്കുന്നത് വളരെ അടുത്ത് നിന്നിട്ട് കണ്ടിട്ടുണ്ടെന്ന് പറയാം. പാസ് എന്ന് വെച്ചാൽ എന്താ, അരികെ, അടുത്ത് എന്നൊക്കെയുള്ള അർത്ഥമാണ്. അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്, ദൂർ ട്ടാ. मैंने कई बार उनके पैर भी गिन लिए और पता चला कि उनके चह पैर होते हैं. ഒരുപാട് പ്രാവശ്യം ഞാൻ അതിന്റെ കാലെണ്ണി നോക്കിയിട്ടുണ്ടെന്ന്. കൈബാർ എന്ന് വെച്ചാൽ എന്താ, ഒരുപാട് തവണ, ഒരുപാട് പ്രാവശ്യം എന്ന് പറയാണ്. ഗിന്നാച്ച എന്താ, എണ്ണുക. അപ്പൊ എനിക്ക് എന്താ മനസ്സിലായത്, ഉൻകെ ചഹ് പേർ ഹോത്തെ ഹെ, അതിന് എത്ര കാലുണ്ട്, ചഹ് എത്രയാണ്, 6 അല്ലെ, 6 കാലുണ്ടെന്ന് പറയും. നിങ്ങൾ എണ്ണി നോക്കിയിട്ടുണ്ടാ, ഉറുമ്പിന്റെ കാലില്ല അല്ലെ. അപ്പൊ അധ്യാപിക പറയാണ്, ഉറുമ്പ് ഭയങ്കര ചെറുതാ, अरे वाह, നോക്കാൻ പറ്റില്ല. अरे वाह, अब आप स्वयं गिनकर आई हैं तो आपका उत्तर सही ही है. ടീച്ചർ പറയാണ്, എങ്കിൽ വളരെ കറക്റ്റ് ആയിരിക്കും. കാരണം എന്താണ്, കുട്ടികൾ സ്വയം എണ്ണി നോക്കിയതാണല്ലേ. സ്വയം എണ്ണി നോക്കിയത് കൊണ്ട് തന്നെ അതിന്റെ ഉത്തരം ശരിയായിരിക്കും എന്ന് പറയാണ്. സഹി എന്ന് വെച്ചാൽ എന്താ, കറക്റ്റ് ആയിരിക്കും എന്ന് പറയാണ്. आपको पता है कि चींटी के अतिरिक्त और भी कई कीड़ों के चह पैर होते हैं, जैसे मक्खी, बमरा और. എന്നിട്ട് പറയാണ്, കൂടാതെ ഒരുപാട് വേറെ കീടങ്ങളുണ്ട് അല്ലേ, അതിന് 6 കാലുകൾ ഉള്ളതുണ്ട്. ചീണ്ടിക്ക് അതിരിക്ത്, ചീണ്ടി കൂടാതെ, ഉറുമ്പ് കൂടാതെ ഒരുപാട് കീടങ്ങൾ. ഉദാഹരണമായിട്ട് ടീച്ചർ പറയാണ്, ആരൊക്കെയാണ്, മക്കി, ബംബ്ര, എന്താണ്, മക്കി ആരാണ്, ഈച്ച, മധുമക്കി, തേനീച്ച. അപ്പൊ ഉറുമ്പ് കൂടാതെ നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിക്കുകയാണ്. ഉറുമ്പ് കൂടാതെ വേറെ ഒരുപാട് കീടങ്ങൾ 6 കാലുള്ളതുണ്ടെന്ന്. ഉദാഹരണമായിട്ട് ഈച്ച, മക്കി, ഈച്ച, മധുമക്കി, തേനീച്ച. ബംബ്ര ആരാണ്, നമ്മൾ മുന്നത്തതിൽ പഠിച്ചില്ലേ, ബംബ്ര. ഭ്രമർ പഠിച്ചു അല്ലെ, ബൗർ പഠിച്ചു. ആരാണ്, വണ്ട് അല്ലേ. വണ്ട്. ഇതിൽ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്, കുറെ ഈച്ചനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആരാണ് പറയുന്നത് മറുപടിയായിട്ട്, രാമമാണ് പറയുന്നത്. എന്താ പറയുന്നത്, തിത്തിലി. തിത്തിലി എന്താണ്, തിത്തിലി പൂമ്പാറ്റ. പൂമ്പാറ്റ, ചിത്രശലഭം അല്ലേ. അത് 2 തരം പൂമ്പാറ്റകൾ നമ്മൾ കണ്ടിട്ടില്ലേ. ഇത് തേൻ കുടിക്കണ ഇങ്ങനത്തെ ചിത്രശലഭങ്ങളും, പിന്നെ ഏതാണ്, വേറൊരെണ്ണം കണ്ടിട്ടില്ലേ, തുമ്പി പറയും. തുമ്പീനെ കണ്ടിട്ടില്ലേ, ഡ്രാഗൺ ഫ്ലൈ. അതുണ്ട്, 2 വ്യത്യാസമുണ്ട് കേട്ടോ. ഡ്രാഗൺ ഫ്ലൈ പൂമ്പാറ്റ. പൂമ്പൊക്കെ പിന്നെന്താണ്, സിമ്ര. സിമ്ര കുട്ടികൾ ഓരോന്നിന്റെ പേര് പറയാണ്, 6 കാലുള്ളത്. അപ്പൊ രാം പറഞ്ഞു തിത്തിലിന്ന്, സിമ്രൻ എന്താ പറയുന്നത്, ജീങ്കൂർ പറഞ്ഞു. ജീങ്കൂർ എന്താണ്, ജീങ്കൂർ ഏത് ജീവിയാണ്, ചീവിട് പറയില്ലേ,
നമ്മൾ ചീവിടൊക്കെ മഴക്കാലത്ത് സൗണ്ട് കേൾക്കാമല്ലോ ചീവിടിന്റെ. ആ ചീവിടിന്റെ പേരാണ് സിമ്രൻ പറയുന്നത് കേട്ടോ. ഇത്രയാണ് ഈ പേജിൽ. കണ്ടോ, ദേ ഇതിലിരിക്കുന്നുണ്ട് കണ്ടോ. ചീവിടിനെ കാണാം, പൂമ്പാറ്റേനെ കാണാം, ഈച്ച, ഉറുമ്പൊക്കെ കാണാം. അതേ ഉറുമ്പിന്റെ കാല് നമുക്ക് എണ്ണി നോക്കി അറിയാം. കണ്ടോ, 2, 4, 6 കാല് കണ്ടില്ലേ. മുന്നില് 2 കൊമ്പും ഉണ്ടല്ലോ. അത് അടുത്ത പേജിൽ നോക്കൂ. അടുത്ത പേജിലായിട്ട് എന്താ കണ്ട, അധ്യാപിക പറയാണ് ഷാബാഷ് ബച്ചോ ബഹു സഹി കഹാ. ഷാബാഷ് കണ്ടോ, അഭിനന്ദിക്കുന്നതാണ്. തട്ടി അഭിനന്ദിക്കില്ല ടീച്ചർ. എന്താ പറഞ്ഞിട്ടാ, കൊള്ളാം, സൂപ്പർ എന്നൊക്കെ പറയില്ലേ. അപ്പൊ അങ്ങനെ അഭിനന്ദിക്കാണ്ട് കുട്ടികളെ. ഇപ്പൊ സഹി കഹ വളരെ ശരിയാണ് നിങ്ങൾ പറഞ്ഞതെന്ന്. आप सब कीड़ों में इतनी रुचि रखते हैं तो फिर आप में से कोई किसी ऐसे कीट का नाम बता सकता है जिसके चक से अधिक पैर होते हैं. താങ്കൾക്ക് ഈ കീടങ്ങളെ കുറിച്ചിട്ട് ഇത്രമാത്രം താല്പര്യം ഉണ്ടെങ്കിൽ आप में से कोई നിങ്ങളിൽ ആർക്കെങ്കിലും കിസി ഏസെ കീട് കാ നാം ബത്താ സക്തേ ഹെ, ഇത്തരത്തിലുള്ളൊരു ജീവിയുടെ പേര് പറയാനായിട്ട് പറ്റുമോ ചോദിക്കുകയാണ്. ജിസ്കെ ചക്സെ അധിക് പേർ ഹോത്തെ ഹെ, 6ൽ കൂടുതൽ കാലുള്ള ജീവിനെ അറിയുമെന്ന് ചോദിക്കുകയാണ്. അപ്പൊ രമേശ് ചിരിച്ചിട്ടാണ് പറയുന്നത്. ഹസ്കർ ചിരിച്ചിട്ട് പറയാണ് മക്കടി. മക്കടി ആരാണ്? 6ൽ കൂടുതൽ കാലാണ് അല്ലേ മക്കടി. അതിന്റെ പേര് കേട്ടാൽ നമുക്ക് അറിയാം മക്കടി എന്ന് പറയുന്നത് ഏതാണ്. ഒരു ക്ലൂവും കൂടി എന്നാൽ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. എന്താണ് മക്കടി ഏത് ജീവിയാ? സവിത പറയാണ് ഹാ മക്കടിക്ക് തോ 8 പേർ ദിക്കായി ദേത്തെ ഹെ ജബ് വഹ് ജാലെ പർ ചലത്തി ഹെ. അതെ, മക്കടിക്ക് എന്താണ്, എത്ര കാലുണ്ട്? 8 കാലുണ്ട്. ആ 8 കാലം എന്നുള്ള പേര് കേട്ടാൽ തന്നെ നമുക്ക് മലയാളത്തിൽ അറിയാം. 8 കാലുള്ള ജീവിനെ എന്താ പറയാ? ആ കാലിന്റെ ഇതിനനുസരിച്ചിട്ടാണ് എണ്ണത്തിന്റെ ആ നമ്പർ അനുസരിച്ചാണ് അതിന്റെ കാലിന്റെയും പറയുന്നത് അല്ലെ. 8 കാലുള്ളത് 8 കാലി അല്ലെ, പെട്ടെന്ന് അറിയാൻ കുട്ടികൾക്ക് അല്ലെ. 8 കാല് 8 കാലി അല്ലെ. അതുപോലെ 4 കാലുള്ളത് 4 കാലി. ജവഹ് ജാലെ പർ ചലത്തി ഹെ, എങ്ങനെയാണത് സഞ്ചരിക്കുന്നത്? ജാലത്തിൽ അല്ലെ. ജാലം എന്ന് പറയുന്നത് എന്താ? വലയില് അല്ലെ, വലയില്. ജാലം എന്ന് പറയുന്നത് മായാജാലം ഉണ്ട് കേട്ടോ. അത് മായാജാലം, മാജിക്, അതാണ് മായാജാലം, ഇന്ദ്രജാലം എന്നൊക്കെ പറയും. ഇത് ജാലം എന്ന് പറയുന്നത് എന്താ? വലയിൽ കൂടിയാണ് നടക്കുന്നത് അല്ലെ. അധ്യാപിക ബിൽക്കുൽ സഹി ബതായ, വളരെ കറക്റ്റാണ് നിങ്ങൾ പറഞ്ഞത്, വളരെ ശരിയാണ്. अब मैं आपको एक और ऐसे कीट के विषय में बताना चाहती हूँ जिसके 30 से लेकर 382 तक पैर हो सकते हैं, अर्थात 15 जोड़ी से लेकर 191 जोड़ी तक पैर हो सकते हैं. എന്നിട്ട് ടീച്ചർ പറയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്താണ്, एक और ऐसे कीट के, ഇത്തരത്തിലുള്ള ഒരു വിഷയത്തെക്കുറിച്ചിട്ട്, ഒരു കീടത്തിന്റെ വിഷയത്തെ കുറിച്ചിട്ടാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ജിസ്കെ 30 എന്ന് വെച്ചാൽ എത്രയാ? 30. കണ്ടോ 3 0 എഴുതുന്നത് കണ്ടോ എങ്ങനെയാന്ന്? അങ്ങനെ എഴുതാനായിട്ട് പഠിക്കുന്നുണ്ട് കുട്ടികള്. കണ്ടോ 3 എഴുതണുണ്ട്. 3 നമ്മളെ എഴുതുന്ന 3നോട് സാമ്യം ഉണ്ടല്ലേ. 0 അങ്ങനെ തന്നെയാണ് എഴുതുക. 30 മുതൽ എന്താണ്? 300 എത്രയാ? 100 എന്ന് വെച്ചാൽ എത്രയാ? 100. 200 ആകുമ്പോ എത്രയാ? 200. 300 ആകുമ്പോ എത്രയാ? 300 അല്ലേ. 382 എത്രയാ വരുന്നത്? 82 അത് എഴുതുന്നത് കണ്ടോ എങ്ങനെയാന്ന്? ഹിന്ദിയിലെ നമ്പേഴ്സ് എഴുതുന്നത് ഈ രീതിയിലാണ് കേട്ടോ. അങ്ങനെ എഴുതാൻ പഠിക്കണം കേട്ടോ. അങ്ങനെ എഴുതാൻ അറിയുന്നതല്ലേ. അപ്പൊ എങ്ങനെയാണ്? 382 382 എന്താണ്? പേർ ഹോ സക്തേ ഹെ. എത്ര? 30 മുതൽ 382 കാല് വരെ ഉണ്ടെന്ന് പറയാണ്. അർത്ഥാത് 15 ജോഡീസിലേക്ക്. 15 എത്രയാ? 15 അല്ലേ. 10 കഴിഞ്ഞാൽ 11 12 13 14 15 ഉണ്ട് അല്ലേ. 15 ജോഡിയാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അതിനെക്കാട്ട് ഇരട്ടി വരില്ലേ. 15 ജോഡി മുതൽ എന്താണ്? 191 എത്രയാണ്? 191. ഒന്നിനെ തിരിച്ച് എഴുതുന്നതാണ് 9 കേട്ടോ. 191 ജോഡി. അപ്പൊ 191 ജോഡി എന്ന് വെച്ചാൽ അതിന്റെ ഇരട്ടി ഉണ്ടാവും കേട്ടോ, കാലുണ്ടാവും എന്ന് പറയണം. അതിന് ഏകദേശം 1000 താഴെ 700 ഒക്കെ ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത് ചില പഴുതാരകൾക്ക്. ഈ അദ്ഭുത കീട് കാ നാം ഹെ, ഈ അദ്ഭുത ജീവിയുടെ പേരെന്താണ്? കീടത്തിന്റെ പേരെന്താണ്? പഴുതാര. കൻകച്ചൂര ആരാണ്? പഴുതാരിയാണ് അല്ലെ. ആപ്മേസെ കിസിനെ കൻകച്ചൂര ദേക്കാ ഹെ, നിങ്ങൾ ആരെങ്കിലും കൻകച്ചൂരിനെ കണ്ടിട്ടുണ്ടോ? പഴുതാരെ കണ്ടിട്ടുണ്ടോ? ടീച്ചർ ചോദിക്കുകയാണ്. പിക്ചറിൽ കാണുന്നുണ്ട് അല്ലേ. അപ്പൊ സബ് വിദ്യാർത്ഥി എല്ലാ കുട്ടികളും പറയാണ് എന്താണ്? നഹിമില്ല എന്ന്. അപ്പൊ ആ കുട്ടികളൊന്നും കണ്ടിട്ടില്ല. അധ്യാപിക നിങ്ങൾ കണ്ടിട്ടുണ്ടോ പഴുതാരേനെ? അധ്യാപിക വാസ്തവമേ ഗരമേ ഇൻകാ മിൽന കഠിൻ ഹെ, പക്ഷേ വാസ്തവത്തിൽ എന്താണ്? വീട്ടിൽ ഇതിനെ കാണുന്നത് കഠിനമാണ്, ബുദ്ധിമുട്ടാണെന്ന് പറയാണ്. ഈ അധികतर ऐसे स्थानों में रहते हैं जहाँ सीलन और अंधेरा हो, जैसे गीले पेड़ों के तनों के अंदर या गीली घास या पत्तों के डेरे के नीचे.
എന്നിട്ട് പറയാണ് കൂടുതലായിട്ടും ഇവ ഏത് സ്ഥാനത്താണ് കാണപ്പെടുന്നത്? സീലൻ ഓർ അന്തേരാഹോ. സീലൻ എന്ന് പറയുന്നത് എന്താ? ഇപ്പോഴത്തെ കാലാവസ്ഥ എന്താണ്? നല്ല മഴയാണ് അല്ലേ, ഈർപ്പം നിറഞ്ഞാണ്, അതാണ് സീലൻ പറയുന്നത് കേട്ടോ. ആകെ നനഞ്ഞിട്ട് നിൽക്കുന്ന ഒരു കാലാവസ്ഥ. ഓർ അന്തേര, ഇരുട്ടുണ്ട് അല്ലേ മഴക്കാലഘട്ടത്തില്. മഴക്കാലത്ത് ഇരുട്ടുണ്ടാവില്ലേ? ജയ്സെ ഗീലെ പേടോക്കി തനോക്കി അന്ത. എന്താണ് നനഞ്ഞിട്ടുള്ള? ഗീല എന്ന് വെച്ചാൽ എന്താ? നനവുള്ളത് അല്ലേ. ആ നനവുള്ള പേടെന്ന് വെച്ചാൽ എന്താ? വൃക്ഷം. വൃക്ഷത്തിന്റെ തനം. തനം എന്ന് പറയുന്ന തടികളൊക്കെ ഉണ്ടാവില്ലേ, തടി കഷ്ണങ്ങൾ. ആ തടി കഷ്ണത്തിന്റെ ഉള്ളില് ഇപ്പോൾ എന്താ പറയുക, വീണ് കിടക്കുന്ന മരക്കഷ്ണത്തിൻ്റെയോ അല്ലെങ്കിൽ ചെറിയ ചെറിയ തടി കഷ്ണങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ എന്താണ് ഗീലി ഗാസിയ പത്തോക്കെ ഡേർക്കെ നീച്ച്. പിന്നെ എവിടെയാണ് കാണപ്പെടുന്നത്? നനഞ്ഞിട്ടുള്ള. ഗീലൊക്കെ നനവാണ് കേട്ടോ. ഈ ഗാസ് എന്ന് വെച്ചാൽ എന്താ? പുല്ല്. പിന്നെ പത്താന്ന് വെച്ചാൽ ഇലാന്നോ നമ്മൾ പറഞ്ഞു അല്ലെ. ഗാസിയ പത്തോക്കെ ഡേർക്കെ നീച്ച്. ആ പുല്ലിൻ്റെയോ ഇലകളുടെയോ. ഡേർ എന്ന് വെച്ചാൽ എന്താ? ഒരു കൂട്ടം കൂമ്പാരൊക്കെ ആയിട്ട് കിടക്കുന്നതാണ്. അതിൻ്റെയൊക്കെ താഴെയായിട്ടാണ് ആരെ കാണപ്പെടുന്നത്? ഇതൊക്കെ ആരെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു വരുന്നത്? ഏത് ജീവിയെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു വരുന്നത്? പഴുതാരനെ എവിടെയൊക്കെ കാണപ്പെടുന്നതാണ് നമ്മൾ പറഞ്ഞു വന്നത് കേട്ടോ. പിന്നെന്താണ്? पर सोचने की बात ये है कि ഇത്തനെ സാരെ പേർ വാല കേസെ ചലത്താ ഹോഗ. പക്ഷെ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഇത്ര മാത്രം സാരെ പേരും വാല കാലുള്ള ഈ ജീവി എങ്ങനെയാണ് നടക്കുന്നതെന്നാണ് നമുക്ക് ചിന്തിക്കേണ്ട കാര്യം. അത്രയധികം കാലം ഉണ്ടായാൽ ഇതിന് നടക്കാൻ പറ്റുമെന്നാണ് ടീച്ചർ ചോദിക്കുന്നത്. നടക്കാൻ പറ്റുമോ? അപ്പൊ ഇത്രയാണ് ഈ പാഠത്തിൽ പറയുന്നത്. ആരാണ് എഴുതിയിട്ടുള്ളത്? നടക്കാനായിട്ട് സ്പീഡിലൊക്കെ മഞ്ജുൾ ഭാർഗവ് എഴുതിയിട്ടുള്ളതാണ് ഇതല്ലേ.